ടോപ്പ് വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആള് ജിൻഡോയാണ്. പക്ഷെ ജിൻഡോ വിജയിക്കില്ല. വിജയിക്കാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മിനാണ് വിജയിക്കാൻ സാധ്യത. അല്ല, ഏഷ്യാനെറ്റ് നിശ്ചയിക്കുന്നതല്ല. ഞാൻ അതോടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഇപ്പൊ ജിൻഡോ എന്ന് കഴിഞ്ഞ ദിവസം 10 പേരുടെ ലാലേട്ടൻ ചോദിച്ചു ഹാർഡ് വർക്ക് ചെയ്യുന്നവരാരാണ് അല്ലെ. ഹാർഡ് വർക്ക് ചെയ്തവർ നോക്കിയപ്പോൾ 7 പേരും വോട്ട് ചെയ്തത് ജിൻഡോ പുറത്ത് വേണ്ടി അല്ലേ. ജിൻഡോ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ എവിടെയൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്, സ്വപ്ന സുന്ദരി വരാനുണ്ട്. അപ്പോൾ ജിൻഡോ ആണ് ഹാർഡ് വർക്കറായിട്ട് ചെയ്തിട്ടുള്ളത് ആണല്ലോ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഏകദേശം 50 ദിവസം 60 ദിവസത്തോളം വാഴത്തോട്ടത്തിലെ കലാപരിപാടിയിൽ നാളെ എന്താകുമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കയറി ഇതിൻ്റെ റേറ്റിങ്ങും വരുമാനവും എല്ലാം നമ്മളിൽ പലരും കൂട്ടിയെങ്കിൽ ആ വാഴത്തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചവരാരായിരുന്നു? അത് വേറെ കുറെ പേരല്ലേ? കുറെ പേരല്ലേ? അപ്പൊ സാമ്പത്തികം കൂട്ടാൻ വേണ്ടി അല്ലാതെ ആദ്യത്തെ 50 ദിവസം 60 ദിവസമൊക്കെ ജിൻഡോ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? വളരെ കുറച്ച് പേരെ ഉണ്ടാവും. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണ്. എൻ്റെ യൂട്യൂബിനകത്ത് ഞാൻ 3 4 ഇട്ടുള്ളൂ. പിന്നെ ഞാൻ നിർത്തി. കാരണം നെഗറ്റീവ് പറഞ്ഞുള്ള കാശ് ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ അത് അധർമ്മത്തിന്റെ പണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ സത്യവിശ്വാസി ആയതുകൊണ്ട് അത് നിർത്തി. അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് റേറ്റിംഗ് കൂട്ടിക്കൊടുത്ത ആൾക്കാരെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, മനസ്സിലായില്ലേ? താങ്കൾക്കൊരു ഹോട്ടലുണ്ട്, അവിടെ എന്നെ പണിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഞാൻ കയറിയ പണി ചെയ്യാൻ തുടങ്ങിയോടെ ആൾക്കാർ വരുന്നില്ല എങ്കിൽ, അതല്ല ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഒരുപാട് വന്നു തുടങ്ങുമെങ്കിൽ എന്നെ നിലനിർത്തൂലേ അല്ലേ? സോ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന പോലെ ഈ 2 സാധ്യതയുണ്ട്. ഇനി അതിനെപ്പോലെ നല്ല മികച്ച മത്സരാർത്ഥികൾ പലരും പുറത്തായില്ലേ അവരൂടെ കൊണ്ടായിരുന്നെങ്കിലോ? അപ്പൊ ഈ സീസണിൽ മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞ് ഈ റൂമുകൾ തിരിച്ചതിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതായിട്ട് എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഈ പവർ റൂമൊക്കെ ആദ്യത്തെ 50 ദിവസം കൊണ്ട് തീർക്കണമായിരുന്നു. 50 ദിവസം ഗ്രൂപ്പ് കളി, അതിലൂടെയാണ് ഗ്രൂപ്പ് വന്നത്. ശരിയല്ലേ? നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ഇത് ചുമ്മാ എന്നെ പോലെയുള്ളവരെ ചോദിച്ചിട്ട് ഉത്തരം പ്രകടിപ്പിച്ചിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കണം. ഒരു കോൺട്രവേഴ്സിക്കും ഇല്ല. സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ ഞാൻ. 50 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണോ? ഇൻഡിവിജ്വൽ കളിയാക്കി മാറ്റിയിരുന്നുവെങ്കിൽ ഇത്രത്തോളം ഗ്രൂപ്പിസമായിട്ട് സാധനം പോവുകയായിട്ടൊന്നും തോന്നില്ല. പക്ഷെ എന്തായാലും ഒരുപാട് കുട്ടികൾ, ഒരുപാട് പാരൻസ് ഇന്ന് രാവിലെ പോലും സത്യസന്ധമായി പറയുന്ന ഒരു രക്ഷകർത്താൻ പറഞ്ഞാണ്, സാറേ വളരെ ലോ ലെവലിലേക്ക് കാര്യങ്ങൾ പോയി, അതുകൊണ്ട് ഇപ്പം നമ്മൾ കാണാറില്ല. അതൊക്കെ മോശമാണ്. കൂടാതെ ഈ ചിലർ ഇങ്ങനെ കയറി അലിഗേഷനും അല്ലെങ്കിൽ മോശപ്പെട്ട കഥയും കൂടെ പറയുമ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകരുടെ താഴേക്ക് പോകത്തില്ല. ബിഗ് ബോസ് ഷോ താഴെ പോകാൻ പാടില്ല. അത് ഉയർന്നു തന്നെ നിൽക്കണം. അത് ഏറ്റവും ഗംഭീരമായി തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലല്ല, അതെനിക്കറിയില്ല. ഞാൻ സർവേ നടത്തുന്ന ആളല്ല. ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ. ഇല്ലില്ല, അതിനെക്കുറിച്ചും എനിക്കറിയത്തില്ല. അതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ആർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുണ്ടെന്ന് നോക്കി നടക്കുന്ന ആളല്ല. ഞാൻ ഈ വീഡിയോ കാണുന്നു, എന്നിട്ട് എൻ്റെതായ രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ കുറെ അന്വേഷണം കൂടെ നടത്തിയിട്ട് ഞാൻ പറയുന്നു. കാരണം പൊതു സമൂഹത്തിലെ വാക്കുകളാണ് എനിക്ക് ഏറെ കൂടുതൽ ഇഷ്ടം. അല്ല, കുറച്ച് മുമ്പ് പറയണ്ടായിരുന്നു ജാസ്മിനാണ് കപ്പ് കിട്ടാൻ ചാൻസ്. അത് കപ്പ് കിട്ടാനുള്ള കാര്യത്തിൽ ഞാൻ ആ 2 വ്യക്തികളെ പറയാം. ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി നന്നായിട്ട് ഈ പറയുന്ന കണക്ക് നമ്മൾ ആൾക്കാരെ ആകർഷിച്ചില്ലേ. ഞാൻ ഉദ്ദേശിച്ച പ്രേക്ഷക പിന്തുണ അനുസരിച്ചല്ല. പ്രേക്ഷക പിന്തുണയുടെ അളവ് എനിക്കറിയില്ല. നമ്മൾ പലപ്പോഴും ഷോയിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ചു പേരുടെ ഒരു പ്രത്യേക, ജനറലി നമ്മൾ പറയുമ്പോൾ ഉള്ളതാണ് വാഴത്തോട്ടം ടീം എന്നൊക്കെ പറയില്ല. ഒരാളിന് മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല അല്ലെ? ക്ലിയർ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനാണ് കപ്പ് കൊടുക്കുന്ന ആളോ, ഞാനാണോ ഫൈനൽ തീരുമാനിക്കുന്നത്? ഉറപ്പായിട്ടല്ല. സാധ്യതയെ കുറിച്ചാണ്. സാധ്യതയെ സംബന്ധിച്ച് ഹാർഡ് വർക്കർ ജിൻഡോയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ. പക്ഷെ ഇവിടെ ഈ സംഭവത്തിൽ റേറ്റിംഗ് കൂട്ടി അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്ന കുറെ ഘടകങ്ങളുണ്ട് ഓഡിയൻസ്, അത് അവര് ഒട്ടും പുറകിലല്ല. അപ്പം രണ്ടും ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സസ്പെൻസ് ആണ് ആര് വിജയിക്കുമെന്നുള്ളത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലേ നല്ലത്? അതാ പറഞ്ഞ എക്സ്പെക്ട് അൺഎക്സ്പെക്ട്. അല്ലല്ല, അങ്ങനെ ആരുടെയും കളിയൊന്നുമല്ല. അങ്ങനെയൊന്നും കളിക്കത്തൊന്നുമില്ല. അതൊക്കെ നമ്മുടെ തോന്നല്. നമുക്കൊരു സോഷ്യൽ മീഡിയ കുറച്ചു പേരുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഉത്തരം പറയണം. എന്നാൽ നിങ്ങൾ പറഞ്ഞു തരും. അവൻ പറഞ്ഞ നീ പറയാം, ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്ന അതിനു വേണ്ടി കുറ്റം പറയും. ഈ കുറ്റം പറയുമ്പോൾ വളരെ സന്തോഷം. എന്നിട്ട് അതെടുത്ത് വെച്ച് അലക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കണക്ക് ഷോ നടത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണക്ക് പറയാനോ എന്നെ കിട്ടുന്നു.